CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്കെതിരായ FIR രജിസ്റ്റർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ദില്ലി ഹൈക്കോടതി ഇന്ന് വിധി പറയും. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അസ്താനയും കേസിലെ മറ്റൊരു പ്രതി DCP ദേവേന്ദ്രകുമാറും നൽകിയ ഹർജികളിൽ ഉച്ചയ്ക്ക് 2:15 വിധി ഉണ്ടാവുക. മാംസവ്യാപാരി മോയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണ കേസിൽ പ്രതി ചേർക്കാതിരിക്കാൻ ഹൈദരാബാദ് സ്വദേശിയായ സതീഷ് സനയിൽ നിന്ന് കോഴ വാങ്ങി എന്നാണ് കേസ്. CBI തലപ്പത്ത് തർക്കങ്ങൾ മൂർച്ഛിക്കാൻ കാരണമായത് ഈ കേസാണ്. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മ വ്യക്തിവൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമച്ചതാണ് കേസെന്ന് വാദത്തിനിടെ ഇരുവരും ആരോപിച്ചിരുന്നു. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ തുറന്നടിച്ച അലോക് വർമ്മ CBIയുടെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് അലോക് വർമ്മ പറഞ്ഞു. CBIയുടെ വിശ്വാസ്യത സംരക്ഷിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും നിസ്സാരമായ ആരോപണങ്ങളുടെ പേരിലാണ് തന്നെ പുറത്താക്കിയതെന്നും അലോക് വർമ്മ പ്രതികരിച്ചു. അതേസമയം റഫേൽ അന്വേഷണം ഭയന്നാണ് മോദി അലോക് വർമ്മയെ മാറ്റിയതെന്ന് കോൺഗ്രസും നിലപാട് വ്യക്തമാക്കി. ഇതിനിടെ നാഗേശ്വര റാവു CBI ഡയറക്ടറായി ചുമതലയുമേറ്റു. ഇപ്പോൾ ഹരീഷ് ദില്ലിയിൽ നിന്ന് നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ഹരീഷ്. ആനന്ദ്, രാവിലെ 10 മണിയോട് കൂടി തന്നെ നാഗേശ്വർ റാവു ഇടക്കാല ഡയറക്ടറായി തന്നെ ചുമതലയേൽക്കുന്നു. അദ്ദേഹമായിരുന്നു ഈ സമയത്തും അത് അലോക് കുമാർ വർമ്മയെ 77 ദിവസം നിർബന്ധപൂർവ്വം അവധിയിൽ പ്രവേശിപ്പിച്ച സമയത്തും അദ്ദേഹം തന്നെയായിരുന്നു ഇടക്കാല ഡയറക്ടറായി ചുമതലയേറ്റത്. പക്ഷേ ആ സമയത്ത് തന്നെ അദ്ദേഹം നടപ്പിലാക്കിയ പല ട്രാൻസ്ഫർ ഓർഡർ അടക്കമുള്ള പല കാര്യങ്ങളും അലോക് കുമാർ വർമ്മ 48 മണിക്കൂർ വീണ്ടും സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അതിൽ തന്നെ മാറ്റം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബസ്സി അടക്കമുള്ളവരെ തിരിച്ചുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും അലോക് കുമാർ വ്യക്തമായി തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ താൻ CBIയുടെ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കാനാണ് താൻ ശ്രമിച്ചത്. ഈ CBIയുടെ വിശ്വാസം തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തനിക്കെതിരെ ആരോപണങ്ങൾ ശരിയായ നടപടിയല്ല എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അലോക് കുമാർ വർമ്മ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ അതിനെതിരെ ഇപ്പോൾ മുൻ അറ്റോർണി ജനറൽ ആയിരിക്കുന്ന മുകുൾ റോത്തഗി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. കാരണം ഇത് CBIയുടെ പ്രതിച്ഛായ തകർക്കുന്ന വിഷയമാണ്. ഇങ്ങനെ അലോക് കുമാർ വർമ്മ ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉന്നത സമിതി യോഗത്തിനെതിരെ ഇങ്ങനെ ശബ്ദിക്കുന്നത്, അതിങ്ങനെ കാര്യങ്ങൾ പറയുന്നത് ശരിയായ നടപടിയല്ലെന്ന് മുകുൾ റോത്തഗി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. പക്ഷേ എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാഷ്ട്രീയപരമായി തന്നെ സംഘർഷങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. കാരണം കോൺഗ്രസ് പ്രധാനമായി തന്നെ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു 10 ആരോപണങ്ങളാണ് അലോക് കുമാർ വർമ്മയ്ക്കെതിരെ ഉന്നതതല സമിതി ചർച്ച ചെയ്തത്. ആ 10 ആരോപണങ്ങളിൽ പോലും ഒരു സ്ഥലത്ത് പോലും ഒരു പൈസ അല്ലെങ്കിൽ അഴിമതി കാണിച്ചു ഒരു തുക ആരോടെങ്കിലും കൈക്കൂലി വാങ്ങിയുള്ള ആരോപണം ഒന്നും തന്നെ അലോക് കുമാർ വർമ്മയ്ക്കെതിരെ ഇല്ല എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വിയോജനക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 10 ആരോപണങ്ങളെല്ലാം തന്നെ അലോക് കുമാർ വർമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കണം. അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ തന്നെ CBC റിപ്പോർട്ട് പഠിക്കാൻ തനിക്ക് സമയം നൽകണം. 77 ദിവസം നഷ്ടപ്പെട്ട 77 ദിവസം അലോക് കുമാർ വർമ്മയ്ക്ക് തിരിച്ചറിയണം എന്നെല്ലാം തന്നെയായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യവും തന്നെ ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും ആവശ്യം. അതെല്ലാം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഉന്നതതല സമിതി യോഗത്തിൽ. ഇന്നലെ വൈകുന്നേരം 4:40 നടന്ന ഉന്നതതല സമിതി യോഗം 2 മണിക്കൂറിലകം നീണ്ടു നിന്നു. അതിനുശേഷം തന്നെയാണ് അദ്ദേഹത്തെ CBI തലപ്പത്തു നിന്ന് മാറ്റിക്കൊണ്ട് തന്നെ ഫയർ സർവീസ് ആൻഡ് ഹോംഗാർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ DG ആയിട്ട് നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കം ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ അലോക് കുമാർ വർമ്മയെ ഒക്ടോബർ 23 അർദ്ധരാത്രിയോട് കൂടി തന്നെ അദ്ദേഹത്തെ മാറ്റിയ സമയം മുതൽ തന്നെ പ്രധാനമായും കോൺഗ്രസും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വിഷയം റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മോദി സർക്കാരിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു CBI ഡയറക്ടറായിരിക്കുന്ന അലോക് കുമാർ വർമ്മ. ആ കാലഘട്ടത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആരോപിച്ചിരുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വീണ്ടും മാറ്റിയതെന്ന് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും അലോക് കുമാർ വർമ്മയെ മാറ്റിയ നടപടി ശരിയായ രീതിയിലല്ല എന്നാണ് ഇന്ത്യയിലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇപ്പോൾ സൂചിപ്പിക്കുന്ന കാര്യവും. സ്വന്തം കള്ളങ്ങളുടെ തടവറയിലാണ് നരേന്ദ്രമോദി എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ അലോക് കുമാർ വർമ്മയെ വീണ്ടും മാറ്റിയ ശേഷം ട്വീറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അലോക് വർമ്മയെ CBI സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. 30,000 കോടി രൂപ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് മോഷ്ടിച്ച് അംബാനിക്ക് നൽകിയ വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇത് അന്വേഷിക്കപ്പെടുമെന്ന ഭയത്താലാണ് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മോദിക്ക് ഈ വിഷയങ്ങളുള്ള ഉള്ളത് കൊണ്ട് തന്നെ 30,000 കോടി എയർഫോഴ്സിൽ നിന്ന് കട്ടെടുത്തുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്വകാര്യ വ്യക്തിയായിരിക്കുന്ന അംബാനിക്ക് നൽകിയത്. അതുകൊണ്ടാണ് ആ വിഷയം മനസ്സിലുള്ളത് കൊണ്ടാണ് മോദിക്ക് ഉറങ്ങാൻ പോലും ഇപ്പോൾ കഴിയുന്നില്ല എന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഗാന്ധി ഇന്നലെ രാത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നലെ നടന്ന യോഗം 2 മണിക്കൂറിലത് നീണ്ടു നിന്നു. ആ യോഗത്തിൽ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയ വിയോജനക്കുറിപ്പിൽ വ്യക്തമായി തന്നെ വിയോജനക്കുറിപ്പിൽ പറയുന്നു അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം. അതിൽ തന്നെ ശരിയായ രീതിയിലല്ല
ഈ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം CBI തലപ്പത്ത് നിന്ന് മാറ്റിയത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായ സംഘർഷങ്ങളിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ മുകുൾ റോത്തഗി, അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി, മുൻ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു ഇത് ശരിയായ രീതിയല്ല അലോക് കുമാർ വർമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇത് CBIയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ഉന്നതതല സമിതി യോഗത്തിന്റെ തീരുമാനങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അലോക് കുമാർ വർമ്മയെ മാറ്റിയത് ഈ പറഞ്ഞ റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഭയം മോദി സർക്കാർ ഉള്ളത് കൊണ്ടാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, വ്യക്തമാണ്. ഹരീഷ് ചെനങ്ങാട്ടാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുത്തലാഖ് വിഷയത്തിൽ വീണ്ടും ഓർഡിനൻസ് ഇറക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് വീണ്ടും ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനിച്ചത്. മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ പാസ്സാകാത്തതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ജനുവരി 22-ന് നിലവിലെ ഓർഡിനൻസ് കാലാവധി അവസാനിക്കും. ജനുവരി 22-ന് ഓർഡിനൻസ് കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭാ യോഗം മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി വീണ്ടും ഓർഡിനൻസ് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. മുത്തലാഖ് ബിൽ രാജ്യസഭയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഡിസംബർ 27-ന് ലോക്സഭയിൽ മുത്തലാഖ് ബിൽ പാസായെങ്കിലും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ബില്ല് രാജ്യസഭയിൽ പാസാക്കാനായില്ല. 6 മാസമാണ് ഓർഡിനൻസിന് കാലാവധി. എന്നാൽ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച് 42 ദിവസത്തിനുള്ളിൽ ഓർഡിനൻസിന് പകരമുള്ള ബിൽ സഭയിൽ പാസാക്കിയെടുക്കണമെന്നാണ് ചട്ടം. ശൈത്യകാല സമ്മേളനം കഴിഞ്ഞതോടെ ഈ സാധ്യത കേന്ദ്രത്തിന് മുന്നിൽ അടഞ്ഞു. ഇതാണ് ഓർഡിനൻസ് ഇറക്കാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതരാക്കിയത്. നേരത്തെ ഇറക്കിയ ഓർഡിനൻസിലെ നിയമങ്ങൾ തന്നെയായിരിക്കും പുതിയ ഓർഡിനൻസിലും ഉണ്ടാവുക. ബജറ്റ് അവതരണത്തിനായി ഫെബ്രുവരിയിൽ ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാർ വീണ്ടും പരിശ്രമിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. 2011-ൽ തടവുകാരെ വിട്ടയച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത് 209 തടവുകാരെ വിട്ടയച്ച നടപടി. 10 വർഷം തടവ് അനുഭവിച്ചവരെയാണ് 2011-ൽ വിട്ടയച്ചത്. ഈ വിവരങ്ങൾ ഗവർണർ പരിശോധിക്കണമെന്നും വിട്ടയക്കപ്പെട്ടവർ ബാക്കി തടവ് അനുഭവിക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സാലി മുഹമ്മദ് ഹൈക്കോടതിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. സാലി, എന്താണ് വിശദാംശങ്ങൾ? 2011-ൽ ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിച്ചു വന്ന എന്നാൽ 10 വർഷം പൂർത്തിയാക്കിയ ചില തടവുകാരെ വിട്ടയക്കാൻ സർക്കാർ ഔദ്യോഗികമായി തന്നെ തീരുമാനിച്ച് വിട്ടയച്ചിരുന്നു. 209 തടവുകാർക്കായിരുന്നു അന്ന് അത്തരത്തിൽ തടവ് ശിക്ഷയിൽ ഇളവ് ലഭിച്ചത്. ഇതിനെ തുടർന്ന് ഈ ഇരയായവരുടെ, ഈ കേസിന് ശിക്ഷിക്കപ്പെട്ട സംഭവത്തിൽ ഇരയായവരുടെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അവർ പരാതിയുമായി കോടതിയെ സമീപിച്ചു. ആ വിധിയിലാണ് അതിനെ തുടർന്ന് കഴിഞ്ഞ കുറെ മാസങ്ങളായി തന്നെ ഇതിൽ വാദം നടന്നു വരികയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പരോൾ ഇളവ് സംബന്ധിച്ച് നയം സംബന്ധിച്ച ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് 10 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചെങ്കിലും അതായത് 14 വർഷം പൂർത്തിയാക്കാത്ത ആളുകളുടെ കാര്യത്തിൽ ഒരു പുനഃപരിശോധന വേണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആ പുനഃപരിശോധന നടത്തേണ്ടത് ഗവർണറാണ്. യോഗ്യതയില്ലാത്ത ആർക്കെങ്കിലും ഇങ്ങനെ തടവ് ശിക്ഷയിൽ ഇളവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ വീണ്ടും ശേഷിക്കുന്ന തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിലവിലുള്ള സാഹചര്യത്തിൽ ഇവരുടെ ഇളവ് നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ ഇളവ് ശിക്ഷ അനുഭവിച്ച ഇളവ് ആനുകൂല്യം ലഭിച്ച 209 പേരും വീണ്ടും തടവ് ശിക്ഷ അനുഭവിക്കണമെന്നുള്ളതാണ് സ്ഥിതി. പക്ഷെ അതിനൊരു മാനദണ്ഡം കോടതി നിശ്ചയിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ സാഹചര്യവും അവർ എത്ര കാലം തടവ് ശിക്ഷ അനുഭവിച്ചു എന്നുള്ള എല്ലാം പരിഗണിച്ച് ഗവർണറാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. 6 മാസത്തിനകം ഗവർണർ ഇത് സംബന്ധിച്ച് 209 തടവുകാരുടെ കാര്യത്തിലും പരിശോധന പൂർത്തിയാക്കി യോഗ്യതയില്ലാത്ത ആർക്കെങ്കിലും ഇളവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ഇളവ് റദ്ദാക്കിക്കൊണ്ട് തീരുമാനമെടുക്കണം. ഒപ്പം തന്നെ അവർ വീണ്ടും തടവ് ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഉത്തരവായിരിക്കുന്നത്. ഈ ഹർജിക്കാർ ഉന്നയിച്ചിരുന്ന ആരോപണം ഈ 14 വർഷമെങ്കിലും, ഏതാണ്ട് ജീവപര്യന്തം 14 വർഷം എന്ന് നിഗമനത്തിലെത്തിയാൽ ഈ 14 വർഷമെങ്കിലും പൂർത്തിയാക്കാത്ത നിരവധി പേരുണ്ടായിരുന്നു. അതിൽ 209-ൽ 10-ൽ താഴെ ആളുകൾ മാത്രമാണ് 14 വർഷം പൂർത്തിയാക്കിയവർ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും 10-നും 14 വർഷത്തിനും ഇടയ്ക്ക് വർഷം മാത്രം തടവ് ശിക്ഷ അനുഭവിച്ചവരായിരുന്നു. അത്തരം ആളുകൾക്ക് അനർഹമായാണ് ഇളവ് നൽകിയത് എന്നുള്ളതായിരുന്നു ഈ കോടതിയെ സമീപിച്ചവരുടെ പരാതി. അതിന്മേൽ വിശദമായ വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ 2011-ലെ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വിട്ടയച്ചവരുടെ വിവരങ്ങൾ ഗവർണർ പരിശോധിക്കണം. 6 മാസത്തിനകം പരിശോധന പൂർത്തിയാക്കണം. അക്കാര്യത്തിൽ ഗവർണർ ഒരു തീരുമാനമെടുക്കണം.
തീരുമാനം സാലി വ്യക്തമാണ്. 2011 തടവുകാരെ വിട്ടയച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. 209 തടവുകാരെ സംബന്ധിച്ച നിലവിലത്തെ സ്ഥിതി 6 മാസത്തിനുള്ളിൽ ഗവർണർ പരിശോധിച്ച് കോടതിയെ അറിയിക്കണം. അതിൽ അർഹതയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ആ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നൊരു സുപ്രധാനമായ നിരീക്ഷണം കൂടി ഹൈക്കോടതി നടത്തിയിരിക്കുന്നു. സാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരിടവേള. പാട്ടെ കരിമണൽ ഖനനത്തിൽ പൊതുമേഖലാ സ്ഥാപനത്തിനെതിരായ നീക്കം ഗവൺമെന്റ് അനുവദിക്കില്ലെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. കടൽത്തീരം സംരക്ഷിച്ചുകൊണ്ട് ഖനനം എന്നതാണ് സർക്കാർ നയം എന്നും സ്വകാര്യ വ്യക്തികൾക്ക് ഖനനത്തിന് അനുമതി നൽകില്ലെന്നും മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു. ശബരിമലയിലെ ശുചീകരണ ജോലികളിൽ വ്യാപൃതരായി മാതൃകയാവുകയാണ് വിശുദ്ധി സേനാംഗങ്ങൾ. ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ കീഴിലാണ് ഇവരുടെ പ്രവർത്തനം. ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് സന്നിധാനവും പരിസരവും പവിത്രതയോടെ കാത്തുസൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് വിശുദ്ധിസേന. ഈ സീസണിൽ 1000 അംഗങ്ങളാണ് വിശുദ്ധിസേനയിലുള്ളത്. 3 വിഭാഗങ്ങളായി വിഭജിച്ച ഇവർ നിലയ്ക്കൽ, പമ്പ, സന്നിധാനം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. ഇതിൽ 330 പേരാണ് ഇപ്പോൾ സേവനവുമായി സന്നിധാനത്തുള്ളത്. ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ കീഴിൽ അയ്യപ്പ സേവാ സംഘം മുഖേനയാണ് ഇവരെ വിശുദ്ധിസേനയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും സന്നിധാനത്തെയും പരിസര പ്രദേശങ്ങളിലെയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ വിശുദ്ധിസേന ഏർപ്പെടുന്നുണ്ട്. நாங்கள் இங்கே ஐயப்பனை சேவை செய்ய வந்திருக்கிறோம். இங்கே நாங்கள் 60 நாளாச்சு. 60 நாளாக இங்கே 350 பேர் இங்கே சன்னிதானத்தில் மட்டும் வேலை செய்கிறோம். ஐயப்பா எங்களுக்கு நல்லா எந்த பிரச்சனையும் இல்லாமல் சாப்பாடு இருக்க விட எல்லாமே சாமி மூலிமா எங்களுக்கு எல்லாமே நல்லா கிடைக்குது. எங்களுக்கு எந்த பிரச்சனையும் இல்லை. நல்லபடியாக நாங்கள் சாமியை சாமி மரங்களுக்கு எல்லா உதவியும் நாங்கள் செஞ்சு தரோம். இங்கே இடம் எல்லாமே ஃபுல்லாக ക്ലീൻ பண்ணி തரோം. 9 സെഗ്മെന്റുകളായി തിരിഞ്ഞാണ് വിശുദ്ധിസേനയുടെ പ്രവർത്തനം. ഓരോ സെഗ്മെന്റിനെയും നിയന്ത്രിക്കുന്നത് വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥരിൽ വില്ലേജ് ഓഫീസർമാർ, അസിസ്റ്റന്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവരും ഉൾപ്പെടുന്നു. ജില്ലാ കളക്ടർ ചെയർമാനും അടൂർ RDO സെക്രട്ടറിയുമായുള്ള സാനിറ്റേഷൻ സൊസൈറ്റിയുടെ ചുമതലയിലാണ് കഴിഞ്ഞ 25 വർഷങ്ങളായി ശബരിമലയിലെ ശുചീകരണ ജോലികൾ നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. കോഴിക്കോട് ഇന്ന് സർവകക്ഷി സമാധാന യോഗം ചേരും. കളക്ടറാണ് യോഗം വിളിച്ചിട്ടുള്ളത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിലാണ് യോഗം എന്നതും പ്രസക്തമാണ്. ഇപ്പോൾ PV ജോഷില കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ജോഷില, ഉച്ചയ്ക്കാണ് സമാധാന യോഗം നടക്കുക എന്നാണ് അറിയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? അനന്ത്, ഇന്ന് 1 മണിക്കാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് കളക്ടറുടെ നേതൃത്വത്തിൽ സർവകക്ഷി സമാധാന യോഗം കോഴിക്കോട് വിളിച്ചു ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ ശബരിമല യുവതി പ്രവേശനം ജനുവരി 2-ാം തീയതി മുതൽ ജില്ലയിൽ വിവിധയിടങ്ങളിലായി RSS പ്രകോപനപരമായ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ ആക്രമണങ്ങളും നടത്തി വരികയാണ്. തുടർന്ന് BJP സംഘപരിവാർ സംഘം നടത്തിയ ഹർത്താലിനും പരക്കെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. മിഠായിത്തെരുവിൽ കടകൾക്ക് നേരെ ആക്രമണം നടന്നു. കൊയിലാണ്ടി വിയൂരിൽ DYFI പ്രവർത്തകനെ ആക്രമിക്കുകയും വിയൂരിലെ CPIM ബ്രാഞ്ച് സെക്രട്ടറി ഗണേഷിന്റെ വീട് വളഞ്ഞ് RS സംഘം ഭീഷണി മുഴക്കുകയും ചെയ്തു. കൊയിലാണ്ടി നഗരസഭാ ചെയർമാൻ സത്യന്റെയും അതുപോലെ തന്നെ മറ്റ് കൌൺസിലർമാരുടെയും 4 ബൈക്കുകളാണ് അടിച്ചു തകർത്തത്. കൊയിലാണ്ടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ ഷിജുമാഷിന്റെ വീടിന് നേരെയും ബോംബാക്രമണം ഉണ്ടായിരുന്നു. തുടർന്ന് RSS പ്രവർത്തകന്റെ വീടിന് നേരെയും അവിടെ ബോംബാക്രമണം ഉണ്ടായി. ഈ സാഹചര്യത്തിലായിരുന്നു കൊയിലാണ്ടി MLA K. ദാസിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി സമാധാന യോഗം കൊയിലാണ്ടിയിൽ വിളിച്ചു ചേർത്തത്. ഈ സർവകക്ഷി സമാധാന യോഗത്തിൽ ഇനി ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊന്നും ആവർത്തിക്കില്ലെന്നും സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കുമെന്നുമായിരുന്നു തീരുമാനമെടുത്തത്. എന്നാൽ അതിനുശേഷവും പേരാമ്പ്രയിൽ സമാധാനം നിലനിന്നിരുന്ന പേരാമ്പ്രയിൽ RSS പ്രവർത്തകർ പേരാമ്പ്രയിലെ ശ്രീധരൻ നമ്പ്യാരുടെ CPIM പ്രവർത്തകൻ കൂടിയായ ശ്രീധരൻ നമ്പ്യാരുടെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം ബോംബാക്രമണം നടത്തുന്ന സ്ഥിതിയുണ്ടായി. വ്യാഴാഴ്ച രാത്രി മലബാർ ദേവസ്വം ബോർഡ് അംഗത്തിന്റെ വീടിന് നേരെയും അടുത്ത ദിവസം താഴെ കുളപ്പുറത്ത് രാധാകൃഷ്ണൻ എന്നയാളുടെ വീടിന് നേരെയും ആക്രമണം നടത്തുന്ന അവസ്ഥയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ജില്ലയിലെമ്പാടും ഇത്തരം ആക്രമണങ്ങൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർക്കുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സർവകക്ഷി സമാധാന യോഗത്തിൽ CPIM അതുപോലെ തന്നെ BJP സംഘപരിവാർ സംഘടനകളുടെയും നേതാക്കൾ
പങ്കെടുക്കും എന്നാണ് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ശരി ജോഷില, കോഴിക്കോട് നിന്ന് ജോഷിലയാണ് വിശദാംശങ്ങൾ നൽകിയത്. 1 മണിക്ക് കോഴിക്കോട് സമാധാന സർവകക്ഷി യോഗം ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് കേട്ടത്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമല യുവതീ പ്രവേശ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരും നല്ല നിലയിലാണ് കൈകാര്യം ചെയ്തു വരുന്നതെന്ന് പ്രശസ്ത തമിഴ് കവയത്രിയും എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സൽമ അഭിപ്രായപ്പെട്ടു. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സഹകരിക്കേണ്ടവർ അതിനെതിരെ അക്രമവും കലാപവും സൃഷ്ടിക്കുന്നത് ഖേദകരമാണെന്നും കലാപത്തിലൂടെ ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണ് BJPയും RSSും ലക്ഷ്യമിടുന്നതും എന്നുകൂടി സൽമ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ശബരിമല യുവതീ പ്രവേശന പ്രശ്നം നല്ല നിലയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രശസ്ത തമിഴ് കവയിത്രിയും എഴുത്തുകാരിയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ സൽമ പറഞ്ഞു. ക്രമസമാധാനം നിലനിർത്താൻ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും സാധിക്കുന്നതായി അവർ ചൂണ്ടിക്കാട്ടി. കൈരളി പീപ്പിൾ TVക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് സൽമ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. BJP trying to do something in this state. BJP Gundas, they are attacking women. They want to create problems, violence, but now everything is under the control. The chief minister is doing very good job, I think. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് BJPയുടെ ശ്രമം. സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. എന്നാൽ ഇതിന് വിരുദ്ധമായ സമീപനമാണ് BJPയുടേത്. The BJP, they want to create problem because of they are always doing this kind of problem because the vote bank. They want to enter in southern states, the Kerala. They want to enter. They want to get more votes. That's why they are creating problem. But this is the Supreme Court order verdict. തമിഴ്നാട്ടിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിന് അനുകൂലമാണ്. ശബരിമലയിൽ വരുന്നവരെ BJP പ്രവർത്തകർ ആക്രമിക്കുന്നതിനാലാണ് കൂടുതൽ സ്ത്രീകൾ വരാത്തത്. Tamil Nadu, so many people they are supporting this. Women are going to Sabarimala. Some women are also came here, but BJP workers and BJP party men they attacked them. എല്ലാവരും സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി നിലകൊള്ളുകയാണ് വേണ്ടത്. സുപ്രീം കോടതി വിധി ഇതാണ് ചൂണ്ടിക്കാട്ടുന്നതെന്ന് സൽമ പറഞ്ഞു. So many people they are always fighting for gender equality, gender rights of our freedom, everything we want. But BJP want to create problem, the politicalized. They യുവകലാസാഹിതിയുടെ സംസ്ഥാനതല സാംസ്കാരിക യാത്ര കാഞ്ഞങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു കവയിത്രി സൽമ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതി മകരവിളക്ക് ഉത്സവത്തിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി സന്നിധാനത്തെത്തി. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് ഗീവർഗീസ് ചേരുന്നുണ്ട്. ഗീവർഗീസ്, ഏത് നിലയിലാണ് നിരീക്ഷക സമിതിയുടെ പരിശോധന തുടരുന്നത്? ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി എപ്പോഴാണ് ഇവരുടെ കൂടിക്കാഴ്ച? ഗീവർഗീസ്. സന്നിധാനത്തെത്തിയ മേൽനോട്ട സമിതി ഇപ്പോൾ സന്ദർശനം ആരംഭിച്ചിരിക്കുന്നു. മകരവിളക്കിന് എത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ ഹൈക്കോടതി 3 മേൽനോട്ട സമിതിയാണ് നിയോഗിച്ചത്. ഈ പമ്പ നിലയ്ക്കൽ പ്രദേശങ്ങൾ ഇന്നലെ സന്ദർശിച്ചിരുന്നു. ഇന്നലെ 8 മണിയോടുകൂടിയാണ് സന്നിധാനത്ത് ഇവർ എത്തിച്ചേർന്നത്. 15 വരെ സമിതി അംഗങ്ങൾ സന്നിധാനത്തുണ്ടാവും. ജസ്റ്റിസ് CR രാമൻ, S സിരിജകൻ, DGP A എന്നേന്ദ്രൻ എന്നിവർ അടങ്ങുന്ന സംഘമാണ് ഇന്നലെ രാത്രിയോടുകൂടി സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി പമ്പയിലെത്തിയ ഇവർ പമ്പയിലും നിലയ്ക്കലുമായി എത്തിയ ഇവർ KSRTC, ദേവസ്വം, പോലീസ് എന്നിവ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. തുടർന്നാണ് സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നത്. തീർത്ഥാടനം തുടങ്ങിയ സമയത്ത് ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളോട് സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവരെ DIG P സഞ്ജയ് കുമാർ ഗരുഡിനും സ്പെഷ്യൽ ഓഫീസർമാരും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവരും അനുവദിക്കുന്നുണ്ട്. ആനന്ദ്. ശരി ഗീവർഗീസ്, വ്യക്തമാണ്. പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് നടക്കും. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതിലുള്ള സന്തോഷ പ്രകടനമാണ് പേട്ടതുള്ളൽ എന്നാണ് ഐതിഹ്യം. അമ്പലപ്പുഴ, ആലങ്ങാട്ട് സംഘങ്ങളാണ് പേട്ടതുള്ളുന്നത്. ഉച്ചയ്ക്ക് 12-ന് സമൂഹ പെരിയോൻ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലുള്ള അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുക. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പേട്ടതുള്ളൽ. പേട്ടതുള്ളൽ ആദ്യം അമ്പലപ്പുഴ സംഘമാണ് പേട്ടതുള്ളുക. അമ്പലപ്പുഴ പേട്ട സംഘത്തിന്റെ തുള്ളലിന് ശേഷമായിരിക്കും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. സമൂഹ പെരിയോൻ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരിക്കും അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളുന്നത്. അവർ ചെറിയ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും വാവൂര് പള്ളിയിലേക്ക് എത്തും. വാവൂര് പള്ളിയിൽ ജമാഅത്ത് ഭാരവാഹികൾ അവർക്ക് സ്വീകരണം നൽകും.
മതസൗഹാർദ്ദത്തിന്റെയും അതുപോലെ തന്നെ ഭക്തിയുടെയും ഒരു സമ്മേളനമായിരിക്കും അത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായിട്ടുള്ള ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. ഇരു സംഘങ്ങളും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വലിയ തോട്ടിൽ കുളിച്ച ശേഷം ശബരിമലയിലേക്ക് പോകും. ഇതാണ് പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ചടങ്ങുകൾ. ഒരിടവേള. MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയ ഹൈക്കോടതിയുടെ രണ്ടാമത്തെ ഉത്തരവ് ചോദ്യം ചെയ്ത് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് AK സിക്രിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. അഴീക്കോട് മണ്ഡലത്തിലെ CPIM പ്രവർത്തകനായ ബാലൻ നൽകിയ ഹർജിയിലാണ് രണ്ടാമതും ഷാജിയുടെ തെരഞ്ഞെടുപ്പ് യോഗ്യത ഹൈക്കോടതി റദ്ദാക്കിയത്. തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും അയോഗ്യത കൽപ്പിക്കാനും അധികാരം ഇല്ലെന്നാണ് ഷാജിയുടെ വാദം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ലെറ്റർ പാഡ് തിരുത്തി വ്യാജരേഖയുണ്ടാക്കി സോളാർ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ വിധി പറയുന്നത് ജനുവരി 19 മാറ്റി. സോളാർ കേസിലെ മുഖ്യപ്രതിയായ ബിജു രാധാകൃഷ്ണനാണ് ഈ കേസിലും പ്രതി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുക. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. ഇതിന് നന്ദി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രതിക്ക് കത്തയച്ചത് ദുരുപയോഗപ്പെടുത്തി എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കത്ത് വന്ന മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡ് തിരുത്തി ഇവരുടെ കമ്പനിയുടെ സോളാർ പദ്ധതി സർക്കാർ അംഗീകാരമുള്ളതാണെന്ന് വ്യാജമായി എഴുതി ചേർത്ത് പ്രചരിപ്പിച്ചു. കൂടാതെ 75 ലക്ഷം രൂപ വെട്ടിപ്പ് നടത്തി എന്നാണ് പ്രോസിക്യൂഷൻ വാദം. DCC പ്രസിഡന്റുമാരുടെയും KPCC ഭാരവാഹികളുടെയും സംയുക്ത യോഗം ഇന്ന് KPCC ഓഫീസിൽ നടക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. BJP ദേശീയ കൌൺസിൽ യോഗത്തിന് ഇന്ന് ദില്ലിയിൽ തുടക്കമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്കായാണ് യോഗം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12,000-ഓളം പ്രതിനിധികൾ 2 ദിവസം നീണ്ടുനിൽക്കുന്ന കൌൺസിലിൽ പങ്കെടുക്കും. രാംലീല മൈതാനിയിൽ നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും പ്രതിനിധികളെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പ്രസംഗിക്കും. നാളെ രാവിലെ മുതൽ നടക്കുന്ന ദേശീയ കൌൺസിൽ യോഗത്തിൽ നരേന്ദ്രമോദി മുഴുവൻ സമയവും പങ്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സഖ്യം, ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നിവ കൌൺസിലിൽ ചർച്ചയാകും. UDF-ൽ ചേക്കേറാൻ ഒരുങ്ങി PC ജോർജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് PC ജോർജ് അറിയിച്ചു. അതൃപ്തി പ്രകടിപ്പിച്ച് ഘടകകക്ഷി നേതാക്കൾ രംഗത്ത്. കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് PC ജോർജിനെ UDF-ൽ എടുക്കുന്നതിൽ എതിർപ്പുണ്ട്. ഇതറിയാവുന്ന ജോർജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹൈക്കമാൻഡ് വഴി UDF-ൽ പ്രവേശിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. മുന്നണി പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾക്കായി 9-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചതായും PC ജോർജ് കോട്ടയത്ത് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസുമായി ചേർന്ന് മുൻപോട്ട് പോവുകയാണ് അഭികാമ്യം എന്ന അഭിപ്രായം. അതേസമയം PC ജോർജിനോട് അയിത്തമില്ലെന്നും പക്ഷേ മുന്നണി പ്രവേശനം സംബന്ധിച്ച കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും UDF സെക്രട്ടറിയായ ജോണി നെല്ലൂർ വ്യക്തമാക്കി. ജോർജ് എന്റെ ഒരു നല്ല സുഹൃത്താ, പക്ഷേ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞങ്ങൾ. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കയ്യിലെടുത്തുള്ള PC ജോർജിന്റെ നീക്കങ്ങളിൽ UDF നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കേരളത്തിലെ UDF നേതാക്കളുമായി വിശദമായ ചർച്ച നടത്തുമെന്ന് തന്നെയാണ് PC ജോർജ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള രാഷ്ട്രീയത്തിൽ ആർക്കും വേണ്ടാത്ത ചരക്കാണ് PC ജോർജ് എന്ന് കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി പ്രിൻസ് ലൂക്കോസ്. നിലപാടുകളിലെ സ്ഥിരതയില്ലായ്മയാണ് PC ജോർജിന്റെ എക്കാലത്തെയും നിലപാട്. നിറം മാറ്റം കൊണ്ടും നിലപാട് മാറ്റം കൊണ്ടും PC ജോർജ് കേരള രാഷ്ട്രീയത്തിലെ മരയോന്താണ്. കോൺഗ്രസുമായി സഹകരിക്കണം എന്ന ജോർജിന്റെ ആഗ്രഹത്തെ അസാധ്യം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ ആകൂ എന്നും പ്രിൻസ് ലൂക്കോസ് പറഞ്ഞു. നിയമസഭയിൽ BJPക്ക് ഒപ്പം ഇരുന്ന PC ജോർജ് ഇപ്പോൾ കോൺഗ്രസ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അപഹാസ്യമാണെന്നും അഭയം കൊടുത്ത വീടിന്റെ കഴുക്കോലൂരുന്ന കഥാപാത്രത്തിന്റെ വഞ്ചനയേക്കാൾ നീചമായ ചെയ്തികളുടെ ചരിത്രമാണ് PC ജോർജിനെന്നും പ്രിൻസ് ലൂക്കോസ് കുറ്റപ്പെടുത്തി. മാധ്യമപ്രവർത്തകൻ രാംചന്ദർ ഛത്രപതിയുടെ കൊലപാതക കേസിൽ വിവാദ ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗിനെതിരായ കേസിൽ വിധി ഇന്ന്. പഞ്ച്കുള CBI പ്രത്യേക കോടതിയിലെ ജഡ്ജി ജഗദീപ് സിംഗ് ആണ് വിധി പ്രസ്താവിക്കുക. ബലാത്സംഗ കേസിൽ 2017 ശിക്ഷിക്കപ്പെട്ട റാം റഹീം സിംഗ് ഇപ്പോൾ തടവിലാണ്. പുരാസച്ച് ദിനപത്രത്തിന്റെ എഡിറ്ററായിരുന്ന രാംചന്ദർ 2002 കൊല്ലപ്പെടുന്നത്.
ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ ഗൂഢാലോചന നടത്തുകയാണെന്ന് HAL ജീവനക്കാർ ആരോപിച്ചു. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ ശേഷിക്കുന്ന 90 റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നൽകണമെന്നും അഖിലേന്ത്യാ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ട്രേഡ് യൂണിയൻ കോഓർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നൽകണമെന്ന് HAL ജീവനക്കാർ ആവശ്യപ്പെട്ടത്. റഫാൽ വിമാനങ്ങൾ നിർമ്മിക്കാൻ HALന് സാധിക്കില്ലെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ശ്രമിക്കുകയാണെന്ന് ജീവനക്കാർ ആരോപിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ NDA സർക്കാർ നിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറായിട്ടില്ല. HALനെ തകർക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒരു വിമാനം പോലും ലഭിക്കാതെ NDA സർക്കാർ ദസോൾ ഏവിയേഷന് 20,000 കോടി രൂപ മുൻകൂറായി നൽകി. എന്നാൽ അതേസമയം നിർമ്മാണം പൂർത്തിയായി വിതരണം ചെയ്ത വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ വിലയായ 14,000 കോടി രൂപ HALന് ഇതേവരെ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടി. സർക്കാർ തങ്ങളുടെ പരാതി പരിഗണിക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷനെ കാണേണ്ടി വന്നതെന്നും ജീവനക്കാർ വ്യക്തമാക്കി. നേരത്തെ റഫേൽ വിഷയത്തിൽ രാഹുലുമായി HAL ജീവനക്കാർ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോഴിക്കോട് മേപ്പയ്യൂരിൽ പാവപ്പെട്ട 5 കുടുംബങ്ങൾക്ക് സ്നേഹവീടൊരുക്കി CPIM. 6 മാസം കൊണ്ടാണ് നാട്ടുകാരുടെ സഹായവും പാർട്ടി പ്രവർത്തകരുടെ സേവനവും കാരണം വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. 5 വീടുകളുടെ താക്കോൽ ജനുവരി 14-ന് സംസ്ഥാന സെക്രട്ടറി കൊടിയേരി കൈമാറും. കോഴിക്കോട് ജില്ലയിലെ CPIM മേപ്പയ്യൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 5 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മേപ്പയ്യൂർ പ്രദേശത്തെ പാവപ്പെട്ട 5 കുടുംബങ്ങൾക്കുള്ള വീടുകൾ സ്നേഹവീട് എന്ന പേരിലാണ് കൈമാറുക. തയ്യുള്ളതിൽ ബാബു, പാവട്ടുകണ്ടി ബാബു, പടിഞ്ഞാറയിൽ ബാലകൃഷ്ണൻ, നരിയാമ്പുറമ്പത്ത് ലക്ഷ്മി, വലിയ പറമ്പിൽ കുഞ്ഞികൃഷ്ണൻ എന്നിവർക്കാണ് വീട് സ്വന്തമാകുന്നത്. മരത്തിൽ നിന്ന് വീണ് 15 വർഷമായി അരക്ക് താഴെ തളർന്നു കിടപ്പിലായ ബാലകൃഷ്ണന് വീടെന്നത് സ്വപ്നം മാത്രമായിരുന്നു. അത് സ്വപ്നം തന്നെയാണ്. ഞാൻ വിചാരിച്ച സാഹചര്യം എനിക്ക് പാർട്ടിക്കാരുടെ അടുത്ത് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ അപ്പോഴേക്കാൻ വീണ് 15 കൊല്ലമായി 16 കൊല്ലമാണ്. അപ്പം എനിക്ക് സന്തോഷമുണ്ട്. വേറെ എനിക്ക് പറയാനില്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ 6 മാസം കൊണ്ട് വീട് പൂർത്തിയാക്കാൻ സഹായമായെന്ന് മേപ്പയ്യൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PP രാധാകൃഷ്ണൻ പറഞ്ഞു. CPMന്റെ മേപ്പയ്യൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി ആലോചിച്ചപ്പോൾ അതിന് നിർബന്ധമായിട്ടും തുല്യമായി പരിഗണിക്കേണ്ട 5 വീടുകളുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 വീടുകൾ ഒന്നിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ നിർമ്മാണം നമ്മൾ 6 മാസക്കാലം കൊണ്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത്. ആ 5 വീടുകളുടെ നിർമ്മാണം. അതുപോലെ തന്നെ ഇത് തറക്കല്ലിട്ടത് മന്ത്രി TP രാമകൃഷ്ണനായിരുന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തന ഘട്ടങ്ങളിലൊക്കെ നമുക്ക് വലിയ സഹായമാണ് ഭോജനങ്ങൾ ലഭിച്ച്. സന്നദ്ധ സംഘടനകളുടെ വ്യക്തികൾ അവരൊക്കെ വലിയ രീതിയിൽ നമ്മളെ സഹായിക്കുകയുണ്ടായി. ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീട് നിർമ്മിച്ചു നൽകാൻ CPIM സംസ്ഥാന സമ്മേളനമാണ് തീരുമാനമെടുത്തത്. എന്നാൽ ജനകീയ പിന്തുണയിൽ മേപ്പയ്യൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഒരേ സമയം 5 വീടാണ് യാഥാർത്ഥ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗാന്ധിജിയുടെ 150ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന രക്തസാക്ഷ്യം പരിപാടിക്ക് പാലക്കാട് തുടക്കമായി. ഗാന്ധിജിയുടെ പാദമുദ്രകൾ പതിഞ്ഞ ശബരി ആശ്രമത്തിൽ സെമിനാറുകളും പ്രദർശനങ്ങളും എല്ലാമായി 5 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഗാന്ധിജിയുടെ ജീവിതത്തിന്റെയും ദർശനങ്ങളുടെയും സമകാലിക പ്രസക്തി പുതുതലമുറയ്ക്കായി പകർന്നു നൽകുന്നതിനാണ് സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ രക്തസാക്ഷ്യം എന്ന പേരിൽ 150ാം ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ജീവിതരേഖയും സന്ദേശങ്ങളും അടയാളപ്പെടുത്തുന്ന ചരിത്ര പ്രദർശനവും കളിമൺ പാത്രങ്ങളുടെയും ഖാദി വസ്ത്രങ്ങളുടെയും സ്റ്റാളുകളും പ്രദർശനത്തിലുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ വീഡിയോ കോൺഫറൻസിലൂടെ രക്തസാക്ഷ്യം ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദവും മതനിരപേക്ഷതയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം. രാജ്യം ഈ സാമൂഹ്യ പ്രശ്നത്തിൽ സാക്ഷിയായ ഏറ്റവും മഹത്തായ ത്യാഗമായിരുന്നു അത്. ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം ആ രക്തസാക്ഷിത്വ അനുസ്മരണ ഏറ്റവും പ്രസക്തമാക്കുന്നു. നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് ഭീകര സംഘങ്ങൾ തെരുവിലിറങ്ങുന്ന കാലത്തെ ഗാന്ധിജിയുടെ സ്മരണ പ്രതിരോധമായിരിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി AK ബാലൻ പറഞ്ഞു. നിയമവാഴ്ചയെ പരാജയപ്പെടുത്താൻ ആൾക്കൂട്ട ഭീകരതയെ ഉപാസിക്കുന്നവരെയാണ് അദ്ദേഹം ശത്രുവായി കണ്ടത്. നവക്കാലിയിലെ ചേരുകളിൽ നഗ്നപാതനായി അദ്ദേഹം നടന്നത് ആൾക്കൂട്ട ഭീകരതയെ പരാജയപ്പെടുത്താനായി. നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് ഭീകര സംഘങ്ങൾ ഇന്നും തെരുവിലിറങ്ങുമ്പോൾ ഗാന്ധി സ്മരണ നമുക്ക് പ്രതിരോധമായിരിക്കും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകളും എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും കൂട്ടായ്മകളും വിവിധ കലാപരിപാടികളും ശബരി ആശ്രമത്തിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഫേസ്ബുക്കിന് 1 മില്യൺ ലൈക്ക് നേടി സോഷ്യൽ മീഡിയ രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച കേരള പോലീസ്. ന്യൂയോർക്ക് പോലീസിന്റെ പേജിനെ മറികടന്നാണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിന്റെ ഈ നേട്ടം. നവമാധ്യമങ്ങളിലെ ആരോഗ്യപരമായ ഇടപെടലുകൾക്ക് മികച്ച ഉദാഹരണമാണ് ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ട്രോളുകളുടെയും വീഡിയോകളുടെയും രൂപത്തിൽ അവതരിപ്പിച്ച ആശയം വൻ ഹിറ്റായതോടെയാണ് കേരള പോലീസ് പുതുചരിത്രം കുറിച്ചത്. ഇതായിരുന്നു കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജ് 1 മില്യൺ ലൈക്ക് നേടി എന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. സോഷ്യൽ മീഡിയ വഴി പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ട്രാഫിക്, സൈബർ സംബന്ധമായ ബോധവൽക്കരണവും നിയമകാര്യങ്ങൾ എന്നിവ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് കേരള പോലീസ് ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ചതോടെ വൻ ജനപിന്തുണയാണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിന് ലഭിച്ചിരിക്കുന്നത്. പേജിൽ ട്രോളുകളുടെയും വീഡിയോകളുടെയും രൂപത്തിൽ അവതരിപ്പിച്ച ആശയങ്ങൾ വൻ ഹിറ്റായതോടെയാണ് ലോകോത്തര പോലീസ് പേജുകളെ പിന്നിലാക്കി കേരള പോലീസ് ഈ നേട്ടം കൊയ്യുന്നത്. നവമാധ്യമങ്ങളിലെ ആരോഗ്യപരമായ ഇടപെടലുകളുടെ മികച്ച ഉദാഹരണമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യപരമായ ഇടപെടൽ എത്രമാത്രം മേന്മയോടെ നടത്താൻ കഴിയുമെന്നതിൻ്റെ ഉത്തമമായ നിദർശനമാണ് കേരള പോലീസിന്റെ നവമാധ്യമ രംഗത്തെ ഇടപെടൽ. കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഫേസ്ബുക്ക് ഇന്ത്യ മേധാവി സത്യ യാദവ് മുഖ്യമന്ത്രി പിണറായി വിജയന് അംഗീകാരം കൈമാറി. സുരക്ഷിതമായ യാത്രയെക്കുറിച്ച് റെയിൽവേ പോലീസ് തയ്യാറാക്കിയ ബോധവൽക്കരണ ഹ്രസ്വചിത്രത്തിന്റെ സിഡിയും മുഖ്യമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഡിജിപി ലോക്നാഥ് ബെഹ്റ, എഡിജിപിമാരായ മനോജ് എബ്രഹാം, അനിൽഖാൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇത്തിൽക്കണ്ണികളെ ആശ്രയിച്ച് കഴിയുന്ന അപൂർവം ജീവികളിൽ ഒന്നാണ് വിലാസിനി ചിത്രശലഭങ്ങൾ. വയനാട്ടിലാണ് ധാരാളം കാണുന്നതെങ്കിലും കേരളത്തിൽ മറ്റിടങ്ങളിലും ഇവ അതിഥികളായി എത്താറുണ്ട്. വേനൽ കടുത്തതോടെ കണ്ണൂർ ഉദയഗിരി വായിക്കമ്പപ്പുഴയിലും വിലാസിനി ചിത്രശലഭങ്ങൾ ധാരാളമായി എത്തുന്നു. വലുപ്പത്തിൽ കുഞ്ഞനാണെങ്കിലും സൗന്ദര്യത്തിൽ മുന്നിലാണ് വിലാസിനി ചിത്രശലഭങ്ങൾ. ചുവന്ന വലിയ പൊട്ടുകളും സ്വർണ്ണവർണ്ണ നിറവുമായി പറന്നു നടക്കുന്നത് കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ്. ചിറകു വിടർത്തിയാൽ കാണുന്നത് വെളുപ്പോ അല്ലെങ്കിൽ നീല കലർന്ന വെളുപ്പ് നിറമോ ആണ്. ചിറകിന്റെ മേൽഭാഗത്തെ ഇളം പിങ്ക് നിറത്തിലുള്ള പൊട്ടുകൾ ആരെയും ആകർഷിക്കും. ആതിഥേയ വൃക്ഷങ്ങളുടെ ഭക്ഷണം തട്ടിയെടുത്ത് വളരുന്ന ഇത്തിൽക്കണ്ണികളിലാണ് ഇതിന്റെ ലാർവകൾ വളരുന്നത്. ശരീരത്തിൽ വിഷാംശമുള്ളതിനാൽ ഇരപിടിയന്മാർ ഇവയെ ഒഴിവാക്കാറുണ്ട്. വേനൽ കടുത്തതോടെ വെള്ളം തേടി ഉദയഗിരി വായിക്കമ്പ പുഴയിലെത്തിയപ്പോൾ നാട്ടുകാർക്കും കൗതുക കാഴ്ചയായി. അരിപ്പു, മാവ്, നായ്ത്തുമ്പ തുടങ്ങിയ സസ്യങ്ങളിൽ തേൻ നുകരുവാൻ എത്തുന്ന ഈ ശലഭങ്ങൾ തോട്ടങ്ങളിലും നിത്യ സന്ദർശകരാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അക്ഷരസ്നേഹികൾക്കായി കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന് തുടക്കമായി. ഇനി 4 നാൾ കോഴിക്കോട് കടപ്പുറം സർഗാത്മകതയുടെ ചൂടേറിയ ചർച്ചകൾക്ക് വേദിയാകും. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ DC കിഴക്കേമുറി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ 4ാം പതിപ്പിന് കോഴിക്കോട് കടപ്പുറത്ത് തുടക്കമായി. ഇനി 4 ദിനങ്ങൾ കഥയും കവിതയും രാഷ്ട്രീയവും സമകാലിക സാഹചര്യങ്ങളും ചർച്ച ചെയ്യും. ഇത്തവണ വേൾസാണ് അതിഥി രാജ്യം, മറാത്തിയാണ് ഫോക്കസ് ഭാഷ. പ്രളയാനന്തര കേരളത്തിന്റെ നവനിർമ്മാണം, ആധുനിക ഭാരത ശില്പികൾ, കേരള ശില്പികൾ, സ്ത്രീ മുന്നേറ്റം, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, ദളിത് മുന്നേറ്റം, ശാസ്ത്രം, വാസ്തു, ചിത്രകല, സംഗീതം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ, സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് റിച്ചാർഡ് സ്റ്റാൾമാൻ, ചാരക്കേസ് ഇര മാലി സ്വദേശി ഫൗസിയ, രാമചന്ദ്ര ഗുഹ, M. മുകുന്ദൻ, ചേതൻ ഭഗത്, അനിത നായർ, ശോഭാഡെ, TM കൃഷ്ണ, പ്രകാശ് രാജ് തുടങ്ങി നിരവധി പേർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. K. സച്ചിദാനന്ദനാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ. ലോകത്ത് നടക്കുന്ന അനേകം സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ച ഒരാളെന്ന നിലയിൽ പറയുകയാണ്. അവയിൽ നിന്നെല്ലാം ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനപരമായൊരു ജനകീയ സ്വഭാവമാണ്. ഈ ജനകീയ സ്വഭാവം പല തലങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഈ നഗരം അതിന്റെ അഭിമാനമായി കൊണ്ടാടുന്ന, ഒരു തടസ്സവും പറയാതെ ഏത് ചെറിയ സേവനത്തിന് വേണ്ടിയും ഈ സാഹിത്യോത്സവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായ ഒരു ജനത, അവരുടെ സ്വന്തം ഉത്സവം എന്ന നിലയിലാണ് കേരള സാഹിത്യോത്സവത്തെ കൊണ്ടാടുന്നത്. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം MT വാസുദേവൻ നായർ നിർവഹിച്ചു. ബീന പോളാണ് ചലച്ചിത്രോത്സവ ഡയറക്ടർ. ഇന്ത്യയിലും വിദേശത്തുമുള്ള അക്ഷരപ്രേമികൾ
ഇനി 4 ദിനങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് ഒത്തുചേരുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വസന്തോത്സവത്തിന് ഇന്ന് അനന്തപുരിയിലും തിരിതെളിയും. 10,000-ത്തിലധികം ഇനം പൂക്കളാണ് പൂക്കാലം തീർക്കാൻ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് വസന്തോത്സവം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 20 വരെയാണ് ടൂറിസം വകുപ്പിന്റെ പൂക്കളുടെ മഹാമേള നടക്കുക. അനന്തപുരിക്ക് പൂക്കാലം സമ്മാനിക്കുന്ന വസന്തോത്സവത്തിനാണ് കനകക്കുന്നിൽ തിരിതെളിയുന്നത്. 10,000-ത്തിലധികം ഇനം പൂക്കളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിംബീഡിയം ചെടികളുടെ ശേഖരം, ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരുക്കുന്ന വനക്കാഴ്ചകൾ, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ തയ്യാറാക്കുന്ന ജലസസ്യങ്ങൾ, ടെറേറിയം എന്നിവ ഇത്തവണത്തെ വസന്തോത്സവത്തിന്റെ വർണ്ണക്കാഴ്ചകളാകും. കഴിഞ്ഞ വർഷത്തെ സ്വീകാര്യതയാണ് വസന്തോത്സവത്തിന് കൂടുതൽ പ്രചോദനമെന്ന് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 10,000-കണക്കിന് ആളുകൾ ആ വർണ്ണോത്സവം, ഈ പുഷ്പോത്സവം കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നു. അതായിരുന്നു യഥാർത്ഥത്തിൽ വീണ്ടും എല്ലാ വർഷവും പുഷ്പോത്സവം സംഘടിപ്പിക്കണമെന്ന തീരുമാനത്തിലേക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ അത്തരമൊരു തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു സംഗതി എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റ്, മ്യൂസിയം, മൃഗശാല, കാർഷിക കോളേജ്, ജവഹർലാൽ നെഹ്റു ബൊട്ടാണിക്കൽ ഗാർഡൻ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുടങ്ങിയ സ്ഥാപനങ്ങളും നഴ്സറികളും വ്യക്തികളും വസന്തോത്സവത്തിൽ സ്റ്റാളുകൾ ഒരുക്കുന്നുണ്ട്. പാസ് മുഖാന്തരമാണ് മേളയിലേക്ക് പ്രവേശനം. 5 മുതൽ 12 വയസ്സുവരെയുള്ളവർക്ക് 20 രൂപയും 12-ന് മേൽ പ്രായമുള്ളവർക്ക് 50 രൂപയുമായിരിക്കും ടിക്കറ്റ് നിരക്ക്. വൈകിട്ട് 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വസന്തോത്സവം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 20-നാണ് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന പൂക്കളുടെ ഈ മഹാമേള സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.